നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിക്കാരുടെ മനസ്സറിഞ്ഞുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളെ ഒരു ഞൊടിയിൽ BJPയുടെ വശത്താക്കാൻ കേന്ദ്ര സർക്കാരിന് ഈ ഒരു നീക്കത്തിലൂടെ കഴിഞ്ഞു. രേഖ ഗുപ്ത നിസ്സാരമാണ് എന്ന് AAP കരുതണ്ട. ശക്തമായ BJPയുടെ നേതാവ് തന്നെയാണ് രേഖ ഗുപ്ത. ഈ പെൺപുലിയെ തന്നെ ഡൽഹിയിൽ ഇറക്കിയത് ചില നീക്കങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. മോദിയും അമിത്ഷായും കളത്തിലേക്ക് ഇറങ്ങി AAPയുടെ തല വെട്ടി ചെക്ക് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ ബാക്കി അവശേഷിക്കുന്ന ആപ്പിന്റെ കൂമ്പൊടിക്കാൻ രേഖ ഗുപ്ത മതിയെന്ന് കേന്ദ്രത്തിന് നന്നായി അറിയാം. അതുമാത്രമല്ല, ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് അതേപോലെ തന്നെ പാലിക്കുകയാണ് കേന്ദ്ര സർക്കാർ. മോദിയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനമായിരുന്നു നാരീശക്തി. ആ നാരീശക്തി തന്നെയാണ് ഡൽഹിയിൽ നടപ്പായി തുടങ്ങിയിരിക്കുന്നത്. ഇനി നടക്കാൻ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും ഡൽഹിയിലെ വിജയവും വനിതാ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതും വലിയ ശക്തിയായി തന്നെ BJPക്ക് വലിയ മുതൽക്കൂട്ടാകും. ഡൽഹിയിൽ വലിയ ചരിത്രങ്ങൾ തിരുത്തി എഴുതുകയാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി. സുഷമ സ്വരാജിൽ നിന്ന് ഷീല ദീക്ഷിതിലേക്ക്, അതിഷിയിൽ നിന്ന് രേഖ ഗുപ്തയിലേക്ക്. മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാനില്ല മുഖ്യമന്ത്രി പദത്തിൽ ഇത്രയും വനിതാ സാന്നിധ്യം. അതുതന്നെയാണ് ഡൽഹിയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുന്നത്. അതിഷിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കാൻ AAP തീരുമാനിച്ചാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വനിത എന്ന പ്രത്യേകതയും ഉണ്ടാകും. വലിയ ഭൂരിപക്ഷത്തിൽ ഡൽഹി പിടിച്ചിട്ടും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതിൽ വലിയ അനിശ്ചിതത്വമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ BJPക്ക് കഴിയാത്തത് അവരുടെ കൂട്ടയടി കൊണ്ടാണെന്നും അധികാര വടംവലി കൊണ്ടാണെന്നും ആം ആദ്മി പറഞ്ഞിരുന്നു. എന്നാൽ അതായിരുന്നില്ല വാസ്തവമെന്നാണ് കേന്ദ്ര സർക്കാർ ഈ നീക്കത്തിലൂടെ പ്രഖ്യാപിക്കുന്നത്. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹി BJPയുടെ കൈകളിലെത്തുന്നത്. അപ്പോൾ ഒരു ചെറിയ ബോംബ് പൊട്ടിച്ചാൽ പോരല്ലോ, ഒന്നാം തരം ബോംബ് തന്നെ പൊട്ടിക്കണം. അതുകൊണ്ട് ഒരു വൻ സർപ്രൈസും സസ്പെൻസും ഒക്കെയായിരുന്നു. പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയാകും എന്നായിരുന്നു അവസാന നിമിഷം വരെയും എല്ലാവരും കരുതിയിരുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാളിനെ പറപ്പിച്ചത് പർവേഷ് വർമ്മയായി. അതുകൊണ്ട് ഡൽഹി പർവേഷ് വർമ്മയുടെ കൈകളിലേക്ക് തന്നെ എന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് വമ്പൻ ട്വിസ്റ്റാണ് BJP പൊട്ടിച്ചത്. രേഖ ഗുപ്തയിലേക്ക് അധികാര കസേര എത്തുമ്പോൾ അത് AAPയുടെയും കണ്ണ് തള്ളിക്കുന്നതാണ്. ഒരു വനിതാ മുഖ്യമന്ത്രിയെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യ തലസ്ഥാനത്ത് വമ്പൻ ചരിത്രം BJP തന്നെ കുറിച്ചിരിക്കുന്നു. തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ ഉയർന്നപ്പോൾ പർവേഷ് വർമ്മയും രേഖ ഗുപ്തയും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ജാട്ട് വിഭാഗക്കാരൻ എന്നതിനേക്കാൾ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു എന്നതായിരുന്നു പർവേഷിന് പരിഗണിക്കപ്പെട്ട യോഗ്യത. സ്ഥാനമൊഴിയുന്നത് വനിതാ മുഖ്യമന്ത്രിയാണെന്നതും AAPയുടെ മറ്റു പ്രധാനികൾ തോറ്റതിനാൽ അതിഷി പ്രതിപക്ഷ നേതാവാകാനുള്ള സാധ്യതയും രേഖയുടെ പേരിനൊപ്പം പരിഗണിക്കപ്പെട്ടു. മുൻ മുഖ്യമന്ത്രി സാഹിബ് സിംഗ് വർമ്മയുടെ മകനായ പർവേഷിന് മന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ് എന്നിവരുമായി അടുപ്പം പാർട്ടിക്കാർ എടുത്തു പറഞ്ഞു. മാധ്യമങ്ങൾ പർവേഷിന്റെ പേര് ഏതാണ്ട് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ബനിയ സ്ത്രീ വോട്ട് ഘടകം ABVPയിൽ തുടങ്ങുന്ന സജീവ പ്രവർത്തന ചരിത്രമുള്ള രേഖയ്ക്ക് RSSന്റെ പിന്തുണയുണ്ടെന്ന് വ്യക്തമായിരുന്നു. സംഘപരിവാർ രേഖയുടെ പേര് മാത്രമേ നിർദ്ദേശിച്ചുള്ളൂ എന്നാണ് സൂചനകൾ. ഏറെയും വ്യാപാര മേഖലയിലുള്ള ബനിയ വിഭാഗത്തിൽ നിന്നാണ് രേഖ. ഡൽഹിയിൽ ഈ വിഭാഗം ഏതാണ്ട് 7% മാത്രമേ ഉള്ളൂവെങ്കിലും BJPയിൽ നിന്ന് AAPയിലേക്ക് ഈ വിഭാഗം പിന്തുണ മാറ്റിയെന്ന വിലയിരുത്തൽ നേരത്തെ ഉണ്ടായിരുന്നു. ഉത്തരേന്ത്യയിൽ സ്ത്രീകളുടെ വോട്ട് കൂടുതലായി BJPക്ക് ലഭിക്കുന്നുവെന്ന് കണക്കുകളുണ്ട്. ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പുള്ള ബീഹാറിൽ 2020 നിയമസഭയിലേക്ക് BJP ജയിച്ചതേറെയും പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ വോട്ട് ചെയ്ത മണ്ഡലങ്ങളിലാണ്. എന്നാൽ 14 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുള്ളപ്പോഴും അതിൽ ഒന്നുപോലും വനിതയല്ലെന്നത് പോരായ്മ തന്നെയായി പാർട്ടി വിലയിരുത്തിയിരുന്നു. ആ കുറവ് പേരിനെങ്കിലും ഇപ്പോൾ പരിഹരിച്ചിരിക്കുകയാണ്.